ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു സ്ട്രോബെറി ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് കുറച്ച് പാലെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളപ്പിച്ചൊന്ന് ചൂടാറ്റാൻ വയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഈ സ്ട്രോബെറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഈ മൂടൊക്കെ ചെത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെറ്റായിട്ടുള്ള ഈ സ്ട്രോബെറി എടുത്തിട്ട് ആദ്യം നീളനെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ടുള്ള വരുന്ന പീസിൻ്റെ നടുവേയും കൂടെ കട്ട് ചെയ്ത് കൊടുത്ത് 4 പീസ് കിട്ടും. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സ്ട്രോബെറീസും. അതിനുശേഷം നമ്മൾ ആ ആറിയ പാൽ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ അമൂലിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഐസ്ക്രീം അതിനകത്തേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ സ്ട്രോബെറീസിൽ നിന്ന് ഒരു 4 പീസ് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രോബെറി പീസസ് ഭംഗിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മേടിക്കുന്ന സ്ട്രോബെറീസിൽ നമുക്ക് വിത്തും മുളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.